ഓക്കെ, നമ്മൾ കണക്ക് തുടങ്ങുകയാണ്. ഒരു കണക്കും കൂടി നിങ്ങൾക്ക് ഇട്ടിട്ട് ഞാൻ കണക്ക് തുടങ്ങാം കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ നമ്മൾ കണക്ക് എക്സ് സ്ക്വയർ പ്ലസ് 4x സമം 12. ഇങ്ങനെ ഒരു കണക്കിട്ടു. ഈ കണക്ക് വെച്ചിട്ട് നമ്മളിന്ന് തുടങ്ങണം. ഓക്കെ, ഇതൊന്ന് നിങ്ങൾ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ചെയ്യാൻ പറ്റിയത് കേൾക്കുന്നില്ലേ ഞാൻ പറയണത്? ഇതിൽ എക്സിന്റെ വില കണ്ടുപിടിക്കണം, അതാണ് പണി. ചെയ്തോളൂ, വേഗം ആയിക്കോട്ടെ കേട്ടാ. നോക്കൂ, അപ്പൊ ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുക ഇതാ ഇങ്ങനെയായിരിക്കും. എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് ഈ 4ന്റെ പകുതി 2 സ്ക്വയർ സമം 12 പ്ലസ് 2 സ്ക്വയർ. അപ്പൊ ഇപ്പുറത്ത് വരും എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ സമം 12 പ്ലസ് 4 സമം 16 ഈക്വൽ 16. അപ്പൊ എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ 16. അപ്പൊ എക്സ് പ്ലസ് 2 സ്ക്വയർ റൂട്ട് ഓഫ് പ്ലസ് ഓർ മൈനസ് 16 അല്ലേ? അപ്പൊ എക്സ് എന്ത് വരും? എക്സ് പ്ലസ് 2 ഈക്വൽ പ്ലസ് എന്താണ് 16ന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ 4 ഓർ എക്സ് പ്ലസ് 2 ഈക്വൽ -4. അപ്പോ എക്സ് ഈക്വൽ ടു എത്രയാ? എക്സിന്റെ കൂടെ 2 കൂട്ടിയാൽ 4 കിട്ടുന്നു. അപ്പൊ എക്സ് 2. എക്സിന്റെ കൂടെ 2 കൂട്ടിയാൽ -4 കിട്ടുന്നുവെങ്കിൽ എക്സിന്റെ വില നെഗറ്റീവാ. ഇങ്ങനെ ഉത്തരം കിട്ടിയാ? ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്ത സൂത്രം എക്സ് സ്ക്വയർ പ്ലസ് 4x സമം 12 എന്ന ഇക്വേഷനിൽ എക്സ് സ്ക്വയർ പ്ലസ് 4x എന്ന് പറയുന്നതിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി. പെർഫെക്റ്റ് സ്ക്വയർ 4x എന്ന് പറയുമ്പോൾ എക്സിന്റെ ഒപ്പുള്ളത് 4 ആണ്. 4ന്റെ പകുതി എടുത്തു, അതിന്റെ വർഗം നമ്മൾ അതിനോട് കൂട്ടി, അതിന്റെ സ്ക്വയർ നമ്മൾ അതിനോട് കൂട്ടി, 4ന്റെ പകുതിയുടെ സ്ക്വയർ കൂട്ടി. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് ഇതിന്റെ പകുതി 2 അതിന്റെ സ്ക്വയർ, അതാണ് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അതായത് ഇതിന്റെ സ്ക്വയർ ഇതിന്റെ സ്ക്വയർ ഇതിന്റെയും പ്രോഡക്റ്റിന്റെ ഡബിൾ അല്ലെ? ഡബിൾ ഓഫ് പ്രോഡക്റ്റ്, അതിന്റെ ഗുണനഫലത്തിന്റെ ഇരട്ടി നടുക്കിലിട്ട് 2ab. ഇതാണ് ഇപ്പൊ നമ്മൾ ചെയ്തത്. സപ്പോസ് ഈ ഇക്വേഷനിൽ ഞാൻ ചെറിയൊരു മാറ്റം വരുത്താണ്. ഇതേട്ടാ നോക്കൂ, എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 2 സ്ക്വയർ എന്നുള്ളതിന് പകരം ഞാൻ എക്സ് സ്ക്വയർ അല്ല, എക്സ് സ്ക്വയർ പ്ലസ് 4x സമം 12 എന്നല്ലേ തന്നിട്ടുണ്ടായിരുന്നു. ഇതിന് ഞാൻ എക്സ് സ്ക്വയറിന്റെ കൂടെ ഒരു നമ്പർ കൂടി ചേർത്തു, 2x സ്ക്വയർ. അപ്പോ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചെയ്തിരുന്ന പോലെ നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമോ? നിങ്ങളതൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ നമ്മൾ ചെയ്തിരുന്ന പോലെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുമോ? എന്താ ഇപ്പൊ ഇതിന്റെ തകരാറ്? ഇവിടെ 2x സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ 2 എന്ന് പറയുന്നത് കൃത്യമായിട്ട് റൂട്ട് കാണാൻ പറ്റുന്ന നമ്പർ ആണോ? അല്ല. അതാണ് ഇതിന്റെ തകരാറ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ എന്ത് ചെയ്യും? അതിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് കേട്ടോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം അതാണ്. ഈ കംപ്ലീഷൻ ഓഫ് സ്ക്വയർ എന്ന് പറയുന്ന ടെക്നിക്ക് നമുക്ക് എല്ലായ്പ്പോഴും നടക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് കേട്ടോ. ഓക്കെ, തുടങ്ങല്ലേ? അപ്പൊ അതോടുകൂടി ഈ ചാപ്റ്ററിന്റെ ഒരു വലിയൊരു സംഭവം കഴിഞ്ഞു. ഇതും കൂടി ഇന്നത്തെ ഈ കാര്യം കൂടി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കണക്കുകൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും, നിങ്ങൾ ചെയ്തോട്ട് വരിക.
അതാണ് നമുക്ക് ചെയ്യാനുള്ളത് കേട്ടാ. നിങ്ങളിങ്ങനെ ചെയ്ത് പോവാ. നമ്മൾ കണക്ക് മാത്രമേ തരുള്ളൂ. ഓക്കെ, ഞാൻ ഇതിന്റെ സ്റ്റാൻഡേർഡ് രൂപത്തിലേക്ക് ഒന്നും കൂടി മാറ്റുകയാണ്. x² + 4x ഈ പ്രോബ്ലം കൂടി ഞാൻ ഇവിടുന്ന് മാറ്റി കളഞ്ഞു. എന്നിട്ട് ഇതിന്റെ സ്റ്റാൻഡേർഡ് രൂപത്തിലേക്ക് മാറ്റാം. ഇതിന്റെ സ്റ്റാൻഡേർഡ് രൂപം ax² + bx + എന്താ c = 0 അല്ലേ? ഇതല്ലേ സ്റ്റാൻഡേർഡ് രൂപം? അപ്പൊ ഈ സ്റ്റാൻഡേർഡ് രൂപത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഇത്ര നേരം നമ്മൾ ചെയ്തിരുന്ന അതേ കാര്യം നമ്മൾ ഒന്നും കൂടി ഒന്ന് ചെയ്യണം കേട്ടോ. ഈ സ്റ്റാൻഡേർഡ് രൂപത്തിൽ നമ്മൾ ചെയ്യണം. ഓക്കെ, ax² + bx + c = 0. ഈ പറയുന്ന ഇക്വേഷനില് നോക്കുക, ഇതിനൊന്ന് സോൾവ് ചെയ്ത് വരികയാണെങ്കിൽ ax² + bx, ഈ c നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ അതുണ്ടാവും -c ആവും. 0 - c എന്ന് പറയുന്നത് -c. അത് ക്ലിയർ ആണല്ലോ? സംശയമൊന്നുമില്ലല്ലോ അതില്? ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ അതായത് ഒരു നമ്പർ അവിടെ വന്നപ്പോൾ നമുക്ക് അതിനെ സ്റ്റാൻഡേർഡ് രൂപത്തിൽ, അതായത് നമുക്ക് a+b² എന്ന് പറയുന്ന ഫോമിലേക്ക് അതിനെ മാറ്റാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഞാൻ ഈ നമ്പറിനെ ഞാൻ ഇവിടുന്ന് ഒഴിവാക്കാണ്. ഏനെ ഞാൻ ഒഴിവാക്കാൻ, ഏനെ ഒഴിവാക്കാൻ എന്താ മാർഗം? ax² എല്ലാത്തിനെയും a കൊണ്ട് നിരത്തി ഡിവൈഡ് ചെയ്യുക അല്ലെ, പ്ലസ് bx/a ഈക്വൽ എന്താ -c/a അല്ല, എങ്ങനെയല്ലേ വരിക? എല്ലാത്തിനെയും a കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്തു, രണ്ട് സൈഡിലും ഈക്വൽ ടുന്റെ രണ്ട് സൈഡിലും a കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഇവിടെ എന്ത് വരും ചോദിച്ചാൽ a/a ക്യാൻസൽ ചെയ്ത് പോകും. x² + b/ax ഈക്വൽ -c/a ഇത് വരും. ഇപ്പോ നമ്മൾ ചെയ്തിരുന്ന രൂപത്തിലേക്ക് എത്തി. അതായത് x² എന്ന് പറയുന്നതിന്റെ കോഫിഷ്യന്റ് 1 ആയിട്ട് നമുക്ക് കിട്ടി അല്ലെ? ഇങ്ങനെ 1 ആയി കിട്ടിക്കഴിഞ്ഞാൽ ഇത് x² മാത്രമായി. അപ്പൊ പിന്നെ നമ്മൾ ചെയ്യാറുള്ളത് എന്താ നോക്കൂ, x² + b/ax + b/a പകുതി. b/a പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ b/2a അതിന്റെ ഹോൾ സ്ക്വയർ, ശരിയല്ലേ? b/a പകുതി എന്ന് പറഞ്ഞാൽ b/2a അങ്ങനെയല്ലേ വരിക? b/2a ഹോൾ സ്ക്വയർ ഈക്വൽ -c/a പ്ലസ് ഇവിടെ പ്ലസ് ചെയ്ത സാധനം അപ്പുറത്തും പ്ലസ് ചെയ്യും. അപ്പൊ എന്ത് വരും? b/2a ഹോൾ സ്ക്വയർ അല്ലേ? ഇവിടെ ഇതിപ്പോ ഏത് രൂപത്തിലായി? a² b², നടുക്കില് 2ab, ശരിയല്ലേ? അതായത് x² b/2a ഹോൾ സ്ക്വയർ, നടുക്കിൽ എന്താ 2 × b/2a ഹോൾ സ്ക്വയർ അല്ലെ? അതല്ലേ വന്നുള്ളത്? ഇതിനെ ഗുണിക്കുമ്പോൾ 2 × b/2a എന്ന് പറയുമ്പോൾ 2 കട്ട് ചെയ്ത് പോയി, b/ax, അതായത് x + b/2a ഹോൾ സ്ക്വയർ ഈക്വൽ എന്ത് വന്നു? -c/a പ്ലസ് b/2a ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ b²/2² എത്രയാ? 4a, ശരിയല്ലേ? ഇതേട്ടാ, ബാക്കി ഞാൻ അപ്പുറത്ത് ചെയ്യുന്നുണ്ട്. ഇതുവരെ ഓക്കെ അല്ലേ? അതായത് ഇത് ഈ രണ്ട് ഭാഗവും വേണമെങ്കിൽ ഒന്നും കൂടി നമുക്കൊന്ന് ഒരുമിച്ചാക്കുമ്പോ നോക്കൂ, എങ്ങനെ വരും? x + b/2a ഹോൾ സ്ക്വയർ, ഞാനിവിടെ എഴുതുന്നുണ്ട് ഒന്നും കൂടി, -c/a പ്ലസ് b²/2a. ഈ ഭാഗത്ത് ഞാൻ ഒരു ചെറിയ മാറ്റം കൂടി വരുത്തുകയാണ്. എന്താ വരുത്തണത്? ഇതിനെ രണ്ടിനെയും ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. ആഡ് ചെയ്യുമ്പോൾ നോക്കാട്ടാ, ഇവിടെ 2a സ്ക്വയർ ഉണ്ട് കേട്ടോ, 2a സ്ക്വയർ ഉണ്ട്. അതായത് 2a എന്നുള്ളത് എത്രയാ? 4a ആയിട്ട് മാറി, 4a സ്ക്വയർ. ഇതിനെ ഞാൻ രണ്ടിനും ഞാൻ മൈനസ് ചെയ്യുമ്പോൾ
നോക്കുക. ആ അല്ല 4 അതിപ്പോ 2ന് സ്ക്വയർ 4, എയുടെ സ്ക്വയർ ഇല്ലല്ലോ, അത് ഹോൾ സ്ക്വയർ ആണ്. ഹോൾ സ്ക്വയർ ഇടുമ്പോ രണ്ടിനും എല്ലാത്തിനും കൂടി ബ്രാക്കറ്റ് ഇട്ട് സ്ക്വയർ ഇട്ടു. താഴത്തേക്ക് വരുമ്പോ ബിയുടെ സ്ക്വയർ എല്ലാത്തിനും സെപ്പറേറ്റ് സ്ക്വയർ കൊടുക്കുക. ബിക്ക് സ്ക്വയർ കൊടുത്തു, എക്ക് സ്ക്വയർ കൊടുത്തു, 4ന് സ്ക്വയർ കൊടുത്തു. അപ്പൊ ഇവിടെ എന്ത് വന്നു? ബി സ്ക്വയർ. ഇത് ഞാൻ നോക്കുക, രണ്ട് ഭാഗത്തും ഞാൻ 4 കൊണ്ടും പിന്നെ ഇത് എ സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ ഞാൻ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈ ഭാഗത്തെ എ കൊണ്ടും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്ത് വന്നു? ഈ ഭാഗത്ത് ഇട്ടാ ഈ ഭാഗത്ത് ഇതിന്റെ ഡിനോമിനേറ്റർ ഈക്വൽ ആക്കാൻ, ഇത് രണ്ടും തമ്മിൽ ചേർക്കണമെങ്കിൽ ഡിനോമിനേറ്റർ ഈക്വൽ ആക്കണല്ലോ. ഡിനോമിനേറ്റർ അഥവാ ഛേദം ഈക്വൽ ആക്കണല്ലോ. ഛേദം ഈക്വൽ ആക്കാൻ വേണ്ടി രണ്ട് ഭാഗത്തും ഈ മൈനസ് ഇ ബൈ എ എന്ന് പറയുന്നതിന്റെ രണ്ട് ഭാഗത്തും 4 കൊണ്ടും എ കൊണ്ടും ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്ത് വന്നു? മൈനസ് സി ബൈ എ, രണ്ട് ഭാഗത്തും 4 എ കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു ഇൻറ്റു 4 പ്ലസ് ബി സ്ക്വയർ ബൈ 4 എ സ്ക്വയർ. അതായത് മൈനസ് ഇ ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, മൈനസ് 4ac ബൈ 4a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ 4a സ്ക്വയർ. ഓക്കെ, ശരിയല്ലേ? ആ, ഇപ്പൊ രണ്ടിന്റെയും ഡിനോമിനേറ്റർ ഈക്വൽ ആയി. രണ്ടിന്റെയും ഡിനോമിനേറ്റർ ഈക്വൽ ആയ സ്ഥിതിക്ക് രണ്ടിന്റെയും ഒറ്റ ഡിനോമിനേറ്റർ ഇട്ട് എഴുതാം, 4a സ്ക്വയർ. ഇനി മൈനസ് 4ac പ്ലസ് ബി സ്ക്വയറും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഞാൻ ബി സ്ക്വയർ ആദ്യം എഴുതി, എന്നിട്ട് മൈനസ് 4ac എഴുതി. കുഴപ്പമില്ലല്ലോ? ഇല്ല. അതായത് എക്സ് പ്ലസ് ബി ബൈ 2a ഹോൾ സ്ക്വയർ ആണ് ഇപ്പൊ ഈ പറഞ്ഞ സംഗതി. ഇതുവരെ ഓക്കെ അല്ലേ? ആ, അങ്ങനെയാണെങ്കിൽ നോക്കുക, എക്സ് പ്ലസ് ബി ബൈ 2a എന്ന് പറയുന്നത് എന്തായിരിക്കും? റൂട്ട് ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 4a സ്ക്വയർ അല്ലേ? ഇതല്ലേ വരിക? ഇതിന് മുൻപ് ഇവിടെ പ്ലസ് ഓർ മൈനസ്. ഇതിന്റെ ഉത്തരം കിട്ടുമ്പോൾ നമുക്ക് ഒന്നുകിൽ എന്താവാം, പ്ലസ് ആവാം അല്ലെങ്കിൽ മൈനസ് ആവാം. അതിന്റെ കഥ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്ലസ് ഓർ മൈനസ് കിട്ടും. ഇനി വീണ്ടും ഇതിന്റെ റൂട്ട് നമ്മൾ കാണുകയാണെങ്കിൽ ഈ 4a സ്ക്വയർ എന്ന് പറയുന്നതിന് റൂട്ട് ഉണ്ട് അല്ലെ? അതായത് എക്സ് പ്ലസ് ബി ബൈ 2a എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എഴുതിയിട്ട് ഈക്വൽ ടു ഇട്ടിട്ട് ഇതിന്റെ റൂട്ട് നമ്മൾ കാണുകയാണെങ്കിൽ ഈ 4a സ്ക്വയർ എന്ന് പറയുന്നതിന് റൂട്ട് ഉണ്ട്. അപ്പൊ റൂട്ടില്ലാത്തത് ഏതിന് മാത്ര? ബി സ്ക്വയർ മൈനസ് 4ac ആണ് അല്ലെ? അപ്പൊ ബി സ്ക്വയർ മൈനസ് 4ac എന്നുള്ളത് മാത്രം റൂട്ടിന്റെ ഉള്ളിലിട്ടിട്ട് 4a സ്ക്വയറിന്റെ റൂട്ട് കാണുകയാണെങ്കിൽ 2a സ്ക്വയർ 2a എന്ന് എഴുതാം. സ്ക്വയർ പോയി. അതായത് 4ന്റെ സ്ക്വയർ റൂട്ട് എത്ര? 2. a സ്ക്വയറിന്റെ റൂട്ട് a. ശരിയല്ലേ? എങ്ങനെ എഴുതി കൂടെ? അതായത് ഇപ്പൊ എന്ത് കിട്ടി? എക്സ് പ്ലസ് ബി ബൈ 2a ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. നമുക്ക് വേണ്ടത് എക്സിന്റെ വാല്യൂ എന്താണെന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടാൻ എക്സ് മാത്രം ഇവിടെ നിർത്തിയിട്ട് ഇത് അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a ഈ പ്ലസ് ബി ബൈ 2a അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? മൈനസ് ബി ബൈ 2a ആയി മാറും. ശരിയല്ലേ? അല്ലേ? മൈനസ് ബി ബൈ 2a ആയിട്ട് മാറും. ശരിയല്ലേ? ആ, ഇതിന്റെ രണ്ടിന്റെയും ഡിനോമിനേറ്റർ 2a ആണ്. അപ്പൊ ആ 2a എന്നുള്ളത് ഒരുമിച്ചാക്കി 2a മുകളിൽ ഒരുമിച്ച് ആക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇട്ട് എഴുതുമ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac മൈനസ് ബി ഇങ്ങനെ വന്നു. ശരിയല്ലേ? അപ്പൊ ഇവിടെ ഇതിനൊരു കാര്യമുണ്ട്, ഇത് ഇടാൻ മറന്നുപോയി, പ്ലസ് ഓർ മൈനസ്. ശരിയല്ലേ? ഇതെവിടെ പ്ലസ് ഓർ മൈനസ്? ശരിയല്ലേ? ആ, അതായത് കേട്ടാ അവിടെ സ്ഥലം കാണുന്നില്ല, അപ്പൊ ഞാൻ ഇവിടേക്ക് തന്നെ എഴുതി വീണ്ടും. നോക്കൂ, അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇവിടെ ഇപ്പൊ എന്താണ്ടായത്? ഈ സാധനം അല്ലെങ്കിൽ ഇവിടെ ഒന്നും കൂടി എഴുതട്ടെ. അവിടെ എഴുതി കാണില്ലേ? നോക്കൂ, ഇതിന്റെ അടിയിൽ എഴുതാണ്. ഞാൻ ഇത് ഒന്നും കൂടി മോഡിഫൈ ചെയ്യണം. ശ്രദ്ധിക്കുക, മൈനസ് ബി എന്ന് പറയുന്നത് ഞാൻ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ മൈനസ് ബി
എന്നിട്ട് അതിന്റെ പിന്നില് ഇതെഴുതി, അതായത് പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. എന്താ സംഗതി? എന്താ എഴുതിയത്? ആ ലാസ്റ്റ് എഴുതിയതൊന്ന് വായിക്കാൻ പറ്റുമോ? ലാസ്റ്റ് എഴുതിയത്, അതായത് ax² + bx + c = 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയാൽ ആ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഇക്വേഷൻ, അതായത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഇക്വേഷൻ ആണ് എന്താ വരിക? -b + or - square root of b square minus 4ac by 2a. എന്താ ഒന്ന് പറഞ്ഞു നോക്കിയേ. -b + or - square root of b square minus 4ac by 2a. എന്താണ് ഇക്വേഷൻ? ഇത് കിട്ടിയത് മനസ്സിലായില്ലേ? വന്ന വഴി മനസ്സിലായില്ലേ? അപ്പൊ വന്ന വഴിയൊന്നും നിങ്ങൾ പഠിക്കണ്ട. വന്ന വഴി നമ്മൾ ചെയ്തു എന്ന് മാത്രം. അതായത് നമ്മൾ ചെയ്ത കംപ്ലീഷൻ ഓഫ് സ്ക്വയർ എന്ന് പറയുന്ന മെത്തേഡില് തന്നിരിക്കുന്ന ക്വാഡ്രറ്റിക് ഇക്വേഷൻ, ദ്വിമാന സമവാക്യത്തിൽ നമ്മൾ ആ സംഗതി നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ നമുക്കൊരു ഇക്വേഷൻ, അതായത് ഒരു ഫോർമുല നമുക്കിവിടെ ലഭിച്ചു. ഏതാണ് ആ ഫോർമുല? x is equal to -b square root of b square minus 4ac by 2a. എന്ന് പറഞ്ഞു നോക്കിയേ. x equal to -b + or - square root of b square minus 4ac by 2a. 2a. അതായത് എന്ത് സോൾവ് ചെയ്യാനുള്ള ഇക്വേഷൻ? അത് ax² + bx + c = 0 എന്ന് പറയുന്ന ഇക്വേഷനിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ആണ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ സാധനം. ഏതാ ഒന്ന് പറഞ്ഞേ. 4ac ഉണ്ട്, 4 അല്ലേ? 4ac by 2a. നോക്കട്ടാ, നിങ്ങൾ പറയുമ്പോ പറഞ്ഞു സംഗതി, പക്ഷെ അത് അങ്ങനെ പറഞ്ഞാൽ പോരാ. ഒന്ന് സ്പീഡിൽ പറയാം. ഒന്ന് പറഞ്ഞ സ്പീഡിൽ ആരാ പറയാ? പറയൂ. ഞാൻ പറയട്ടെ എന്നാ. x is equal to -b + or - square root of b square minus 4ac by 2a. അങ്ങനെ പറയും. -b + or - square root of b square minus 4ac by 2a. പോരാ, സ്പീഡ് പോരാ. ഞാൻ ഒന്നുകൂടി പറയാം. -b + or - square root of b square minus 4ac by 2a. അങ്ങനെ പറയും. അത്ര സ്പീഡ് വരണം. ഒന്ന് പറയാൻ പറ്റുമോ? ഒന്നുകൂടി പറയണം ഞാൻ. -b + or - square root of b square minus 4ac by 2a. വലിയ ഇക്വേഷനാണ്, പക്ഷെ നമ്മളത് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇനി ആരാ പറയാൻ പോണ്? ചലഞ്ച് എടുക്കുന്ന ആൾക്കാരുണ്ട് ആരെങ്കിലും? നിർത്തിയ അവസാനിപ്പിച്ച? വേറെ ആരുമില്ല, എല്ലാവരും ഉറങ്ങാണോ? എൻ്റെ ദൈവം, ഈ 5 മണിക്ക് നിങ്ങൾക്ക് വരാൻ പറ്റില്ലെങ്കിൽ വരണ്ടാട്ടാ. കിടന്നുറങ്ങാനായിട്ട് വരരുത്. നിങ്ങൾ ആ വീട്ടുകാരെ ബോധിപ്പിക്കാനായിട്ട്. ഒരാളും മിണ്ടണില്ല. ഗോപികെ, ഇവിടെ ആരൊക്കെ ഉണ്ട്? നന്ദന, ഗൗരി നന്ദന, ഗൗരി കൃഷ്ണൊക്കെ വന്നിരിക്കുന്നുണ്ട്. ശബ്ദമൊന്നും കേൾക്കാനില്ല. ഒന്ന് പറഞ്ഞേ. അലീഷ, പറയൂ. ആ ഇക്വേഷൻ പറയൂ. പറഞ്ഞു പഠിച്ചല്ലേ മൈക്ക് ഓഫ് ആക്കിയിട്ട്. അതാണ് തന്ത്രം. കുറെ ആൾക്കാരും മിണ്ടാതിരിക്കുന്നുണ്ട് ഇത് എങ്ങനെ പറയുന്ന ആലോചിച്ചിട്ട്. കണ്ട, സ്പീഡായി. ഇപ്പൊ സ്പീഡാവണമെങ്കിൽ ആ ഒരു മാർഗമുള്ളൂ, ഇത് പറയാന്നുള്ള ഇനിയുള്ള മാർഗം. കേട്ടില്ലേ? അതായത് ഇത് സ്പീഡിൽ പറയണമെങ്കിൽ ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ നോക്കി പറയാൻ പാടില്ല. ഇതിന് നമുക്ക് സ്പീഡ് കിട്ടണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ ഇതിൽ നോക്കി പറയാൻ പാടില്ല. ഇതിൽ നോക്കി പറയുമ്പോൾ സ്പീഡ് കുറയും. നോക്കാതെ പറയാം, അപ്പൊ സ്പീഡിൽ കിട്ടും. നോക്കാതെ ഒന്ന് പറഞ്ഞു നോക്കിയേ.
ഇതാ നമ്മൾ മാറ്റും. ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്താ? എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a. അങ്ങനെ പറയാം. പതുക്കെ പറയും, സ്ലോവില് പറയും. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a. ഇതാണ് സംഗതി. ഒന്നും കൂടി സ്ലോവില് പറഞ്ഞേ. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a. ഇത്തിരിയും കൂടി സ്ലോവില് പറയും, ഒത്തിരിയും കൂടി സ്ലോവില് പറയും. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a. ഇതാണ് സംഭവം. ഇനി ഒന്ന് സ്പീഡ് കൂട്ടി വയ്ക്കേ. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a. ഓക്കെ, ഒന്നുകൂടി സ്പീഡ് കൂട്ടിയേ. ഒന്നുകൂടി സ്പീഡ് കൂട്ട്, സ്പീഡ് പോരാ. ഒന്നുകൂടി സ്പീഡ് ആവാം. ഇതാരാ പറഞ്ഞ്? ഗൗരി നന്ദനാണല്ലോ പറഞ്ഞുള്ളത് അല്ലേ? ശബ്ദം. ഗൗരി നന്ദന ഒറ്റയ്ക്കൊന്ന് പറഞ്ഞേ കേക്കട്ടെ, ഞാൻ സ്പീഡ് ഉണ്ടോ നോട്ടെ. എന്തായാലും വേണ്ടില്ല, ഗൗരി അല്ലേ? പറയാം. അത്ര ഉറപ്പിച്ചില്ലേ മാഷ്? ആൾക്കാരെ കാണാതെ പറഞ്ഞില്ലേ ഞാൻ? എന്നാ ശരി, പറയും. ആമ്പോ, എന്നാലും ഒന്നുകൂടി സ്പീഡിൽ പറയാട്ടോ. ഒന്നുകൂടി സ്പീഡാക്കിയേ. കുഴപ്പമില്ല. അലീഷ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഓക്കെ, ഇനി ആരാ? ഗോപി ഒന്ന് പറഞ്ഞു നോക്കിയേ. ഗോപികേ, ഉറങ്ങിയ? ഗോപിക പറയാൻ പറഞ്ഞപ്പോ കോഴി കൂക്കുണ്ട്. പറയൂ. ഇതില് എബിൻ CB ഒക്കെ വന്നിട്ടുണ്ടല്ലോ. എബിനൊക്കെ എപ്പോ വന്നു? ആനന്ദൊന്ന് പറഞ്ഞേ. എന്താരും ഉണ്ടാത്തെ? എബിൻ ഒന്ന് പറഞ്ഞേ. എബിൻ CB ഉണ്ടല്ലോ അതില്. ശ്രേയ ബൈജു എന്ന് പറഞ്ഞേ. ഞാൻ വെറുതെ എന്റെ സമയം മുഴുവൻ ഇപ്പൊ പോകും. കുഴപ്പമുണ്ടാവും. നമ്മുടെ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാന ഭാഗത്തേക്കാണ് നമ്മൾ എത്തിയത്. അതായത് ഈ ചാപ്റ്ററിന്റെ ഏത് കണക്ക് ചോദിച്ചു കഴിഞ്ഞാലും, ഏത് തരം കണക്ക് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം. അതാണ് ഇക്വേഷന്റെ പ്രത്യേകത. ഇക്വേഷൻ ഒന്നുകൂടി പറയാ. എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a. അത് അതേപോലെ തന്നെ നല്ല വേഗത്തിൽ പറയാം, സ്പീഡിൽ പറയാം കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് നേരത്തെ തന്ന കണക്കുണ്ടല്ലോ, ഇന്ന് വന്നപ്പോ തന്ന കണക്ക് ഏതായിരുന്നു? എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് ഈക്വൽ ടു എന്താ? 12. ആ പ്രോബ്ലം തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചോളൂ. അപ്പൊ ആദ്യം നമ്മൾ ഇതിനെ സ്റ്റാൻഡേർഡ് രൂപത്തിലേക്ക് മാറ്റണം. ഏതാ സ്റ്റാൻഡേർഡ് രൂപം? എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് 12 ഈക്വൽ ടു 0. ഇനി സ്റ്റാൻഡേർഡ് രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഇതിലെ
ഇക്വേഷൻ ഇതിൽ നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a. ഇത് നമ്മൾ എഴുതി. ഇനി ഇതാണ് ഇക്വേഷൻ. ഇത് ഞാൻ ബോക്സ് ചെയ്തു കേട്ടോ. ഇക്വേഷൻ എഴുതി ബോക്സ് ചെയ്തു. ഇനി ഇതിൽ ഓരോന്നും ഇതിൽ ഓരോ സാധനങ്ങൾ നോക്കട്ടാ. എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിന്റെ ഒപ്പമുള്ള സംഖ്യ. എക്സ് സ്ക്വയറിന്റെ ഇവിടെ ഇപ്പൊ ഒന്നും കാണാനില്ല. അപ്പൊ അവിടെ എന്തായിരിക്കും ഉണ്ടാവുക? 1. ഇനി ബി എന്ന് പറയുന്നത് എക്സിന്റെ ഒപ്പമുള്ള സംഖ്യ. എക്സിന്റെ ഒപ്പമുള്ള സംഖ്യ ഏതാ? എക്സിന്റെ കോഷ്യന്റ് 4. ഇനിയോ സി എന്ന് പറയണത് എന്താ? എക്സ് ഒന്നും ഇല്ലാത്ത സംഖ്യ മൂന്നാമത് കാണുന്നത്. അതേതാ? 12 എന്ന് പറഞ്ഞാൽ തെറ്റാണ്. -12 എന്ന് തന്നെ പറയണം. കണ്ട -12 കണ്ട കേട്ടില്ലേ? -12. ഇനി ഈ ഇക്വേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഞാനിവിടെ ഇക്വേഷനിൽ നേരിട്ട് ഇത് കൊടുക്കണില്ല. ഇക്വേഷനെ ഞാൻ 2 ഭാഗമാക്കിയിട്ടാണ് ഇവിടെ എടുക്കുന്നത് കേട്ടോ. 2 ഭാഗം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ ഒന്ന് വായിക്കാം. -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a എന്ന് പറയുന്നതില് ഞാൻ ആദ്യം ഇവിടെ എടുക്കുന്നത് ശ്രദ്ധിക്കുക, ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്നത് ആദ്യം എടുക്കും. അത് ആദ്യം ഞാൻ സോൾവ് ചെയ്യാം. ബി സ്ക്വയർ മൈനസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇത് ഈ റൂട്ടിന്റെ ഉള്ളിലുള്ള സാധനം. അത് ഞാൻ എടുക്കും. അതെടുക്കുമ്പോ ഇവിടെ നോക്കുക, 4 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു, അപ്പൊ ബി എന്ന് പറയുന്നത് 4 ആണല്ലോ. അപ്പൊ 4 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറയുന്നത് 1, സി എന്ന് പറയുന്നത് -12. അങ്ങനെയാണെങ്കിൽ 4 സ്ക്വയർ എന്ന് പറയുന്നത് എത്ര വരും? 16. അത് 16 കണ്ടു. ഇനി ഇത് 3 കൂടി ഗുണിക്കണം. ഇത് 3 കൂടി ഗുണിക്കുമ്പോൾ -4 ഇൻറ്റു +1 ഇൻറ്റു -12. അങ്ങനെയാണ്. അപ്പൊ ആദ്യം നമ്മൾ ചിഹ്നങ്ങൾ തമ്മിൽ ഗുണിക്കണം. അതായത് നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നെഗറ്റീവ്, വീണ്ടും നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്. അതാണ് ഇവിടെ വരിക. ഇനി അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, 3 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുകയാണ് ഇവിടെ. ഈ 3 സംഖ്യകൾ ഗുണിക്കുമ്പോൾ 2 സംഖ്യകൾ നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആണ് വരിക. 2 സംഖ്യകൾ നെഗറ്റീവ് ആണെങ്കിൽ. ഇനി അതേസമയം 3 സംഖ്യകളും നെഗറ്റീവ് ആണെങ്കിലോ അപ്പൊ നെഗറ്റീവാ വരിക. ഇനി അതല്ല, ഈ 4 മാത്രമേ നെഗറ്റീവ് ഉള്ളൂ എന്നുണ്ടെങ്കിലും നെഗറ്റീവാ വരിക. അതറിയാലോ? അതായത് നെഗറ്റീവ് മാത്രം, ഈ 4 മാത്രം നെഗറ്റീവ്, ഈ 12 പോസിറ്റീവ് എന്ന് വിചാരിച്ചു. അപ്പോൾ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നെഗറ്റീവ്, നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നെഗറ്റീവ്, അങ്ങനെ നെഗറ്റീവ് വരും. നേരെ മറിച്ച് ഈ 4ഉം -12 അത് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നെഗറ്റീവ്, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്, അപ്പൊ പ്ലസ് വരും. നേരെ മറിച്ച് ഈ 1 നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചു. അപ്പൊ എന്ത് വരും? നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് നെഗറ്റീവ്. അങ്ങനെ. അപ്പോ 3 സംഖ്യകളും നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് വരും. എന്നാൽ 2 സംഖ്യകൾ മാത്രം നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ എന്താ? പോസിറ്റീവ് വരും. എന്നാൽ ഒരു സംഖ്യ മാത്രം നെഗറ്റീവ് ആണെങ്കിൽ എന്താ വരിക? നെഗറ്റീവ് ആണ് വരിക. ഇതൊന്നും ആലോചിച്ചിരുന്നാൽ, ഇതൊന്നും മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന്, ഞാൻ സ്പീഡാക്കാൻ വേണ്ടിയിട്ട് ഈ പറയണത്. അപ്പോ ഇവിടെ 2 സംഖ്യകൾ നെഗറ്റീവ് ആയ കാരണം കൊണ്ട് ഇവിടെ എന്താവുന്നത്? പോസിറ്റീവ്. ഇനി 3 സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ 4 ഇൻറ്റു 1 ഇൻറ്റു 12. അപ്പൊ 4 ഇൻറ്റു 1 4, 4 12 48. 16ഉം 48ഉം 8 14, ബാക്കി 1 2 4 6 64. അപ്പൊ ബി സ്ക്വയർ മൈനസ് 4ac കിട്ടും. ഇനി അടുത്തത് ഈ സാധനം ഞാൻ നേരെ ഇക്വേഷനിലേക്ക് കൊടുക്കാൻ പോവാണ്. അതായത് എക്സ് ഈക്വൽ ടു എന്ത് വരുന്നു? -b. എന്താ -b? ബി എന്ന് പറയുന്നത് 4 ആണെങ്കിൽ -b എന്തായിരിക്കും? -4. അപ്പൊ ബി എന്ന് പറയുന്നത് -4 ആണെന്ന് വിചാരിച്ചോ. അപ്പൊ -b എന്തായിരിക്കണം? +4. അതാണ് വ്യത്യാസം കേട്ടാ. അത് നമുക്ക് ഇനി ചെയ്ത് വരുമ്പോ ശരിയാവും. ബി എന്ന് പറയുന്നത് 4 ആണ്. അപ്പോ -b എന്ന് പറയുന്നത് -4 എടുത്തു. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എത്ര വന്നു? 64 വന്നു. ഓക്കെ, പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 64 ബൈ എത്ര? 2 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 1. ഓക്കെ, അതായത് എക്സ് ഈക്വൽ ടു എന്ത് വന്നു? -4. ഇവിടെ എന്ത് വന്നു? റൂട്ട് ഓഫ് അല്ലേ?
64 പ്ലസ് ഓർ മൈനസ് ഉണ്ട്. അതായത് പ്ലസ് ഓർ മൈനസ് എത്ര വന്നു? 64ന്റെ റൂട്ട് എത്രയാ? 8/2 × 1 2. അതിന്റെ അർത്ഥം എക്സ് എന്ന് പറഞ്ഞാൽ -4 + 8/2 ഓർ എന്ത് വന്നു? -4 - 8/2. ഇതാണ് ഇതിന്റെ അർത്ഥം. എന്താ പ്ലസ് ഓർ മൈനസ് ഞാൻ വേർപ്പെടുത്തി 2 ആക്കി. നേരത്തെ രൂപത്തിലേക്ക് വന്നില്ല ഇപ്പോ. അതായത് -4 + 8 അപ്പൊ 2 അല്ല എത്രയാ? 4. 4/2 അപ്പൊ ഇവിടെയോ ഓർ ഇവിടെയോ -12/2. ഇനി 4/2 2 ഇവിടെയോ ഓർ എന്ത് വന്നു? -6. എന്താ അപ്പൊ എക്സിന് 2 വാല്യൂസ് കിട്ടി. ഏതൊക്കെയാ? എക്സിന്റെ വില 2 അല്ലെങ്കിൽ എന്താ? -6. ഇത് തന്നെയല്ലേ നേരത്തെ കിട്ടിയത്? അപ്പോ നേരത്തെ കിട്ടിയ അതേ കണക്ക് തന്നെ നമുക്ക് സൂത്രവാക്യം ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇക്വേഷൻ അപ്ലൈ ചെയ്യേ വേണ്ടോ, അത് ഓട്ടോമാറ്റിക് ആയിട്ട് ആൻസർ ഇങ്ങനെ വരും. ഓക്കെ. സാധാരണ മറ്റേ വർഗം പൂർത്തിയാക്കൽ അറിയാത്ത ആൾക്കാർ, നമ്മളിപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞു. സാധാരണ വർഗം പൂർത്തിയാക്കാൻ പറ്റാത്ത ആൾക്കാർ ഇതാ ഈ രീതിയിൽ ഇത് ചെയ്യാറുണ്ട്. ഈ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമ്മൾ വേറെ ഒന്നും ആലോചിക്കേണ്ട, ഇക്വേഷനോട് കൊടുക്കുക, അപ്ലൈ ചെയ്യുക. നമ്മൾ അതുപോലെ എന്ത് കൂട്ടണം, ഏതിന്റെ വർഗം കൂട്ടണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനിയുള്ള കണക്കുകളെല്ലാം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ പാഠത്തിന്റെ ഏകദേശം ഒരു അവസാനം എത്തിയേർക്കാണ്. ഒരു കാര്യം കൂടി നമുക്ക് ഇതിൽ പറയാനുണ്ട്. അത് നമുക്ക് കുറച്ചും കൂടി കണക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പറയാം കേട്ടോ. ഓക്കെ, കണക്കിലേക്ക് കിടക്കാം. എന്നാ ഇതൊന്ന് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ കേട്ടോ. ഇക്വേഷൻ നിങ്ങൾ എഴുതി വെക്കുക. പഠിക്കാതെ റിമെമ്പർ ആണ് ഈ പാഠത്തിൽ കേട്ടോ. ഇതില് നമുക്ക് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഒന്ന് അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഉണ്ട്. നോക്കൂ, ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 42 meters and a diagonal is 15 meters. What are the length of its sides? ഇതാണ് ചോദ്യം. പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 42 meters. മലയാളം മീഡിയംകാരെടുത്ത ബുക്ക് 97ാമത്തെ ബുക്ക് പേജാണ് കേട്ടോ. പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 42. ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 42. ആൻഡ് ഇറ്റ്സ് ഡയഗണൽ ഈസ് 15. അതിന്റെ വികരണം എന്താകുന്നു? 15. വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ്? അതിന്റെ വശങ്ങളുടെ നീളങ്ങൾ എന്താകുന്നു എന്നാണ് ചോദ്യം. അപ്പൊ എങ്ങനെ ചെയ്യും? ആസ് യൂഷ്വൽ നമ്മൾ ആദ്യം ചിത്രം വരയ്ക്കും, ശരിയല്ലേ? പെരിമീറ്റർ ഓഫ് റെക്ടാംഗിൾ, നമ്മളോട് ഈ റെക്ടാംഗിൾ, ട്രയാംഗിൾ അല്ലെങ്കിൽ സർക്കിൾ, അങ്ങനെ ജോമെട്രിക്കൽ ഷേപ്സ് തന്നിട്ട് ഉള്ള പ്രോബ്ലം ആണെങ്കിൽ ഏറ്റവും നല്ലത് അത് സോൾവ് ചെയ്യാൻ നമ്മൾ അതിന്റെ ചിത്രം വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒന്ന് ചിത്രം വരച്ചിട്ട് നമ്മളിതൊന്ന് വിശദീകരിക്കാം, നോക്കാം. നോക്കൂ, ഒരു റെക്ടാംഗിൾ വരച്ചു. ഇതിന്റെ പെരിമീറ്റർ നമുക്ക് തന്നിരിക്കുന്നത്. പെരിമീറ്റർ എത്ര? പെരിമീറ്റർ 42. അപ്പോ എന്താണ് പെരിമീറ്റർ എന്ന് നമുക്കറിയാം. എന്താ പെരിമീറ്റർ? എന്താ എന്ന് പറഞ്ഞേ? കേട്ടില്ല. സൈഡുകളെല്ലാം കൂടി കൂട്ടിയത് എന്ന് വെച്ചാൽ ദാ നീളം പ്ലസ് വീതി പ്ലസ് നീളം പ്ലസ് വീതി, അതല്ലേ? എന്ന് വെച്ചാൽ 2 തവണ നീളവും 2 തവണ വീതിയും കൂട്ടിയതാണ് പെരിമീറ്റർ, അല്ലെ? ചുറ്റളവ്. മലയാളം മീഡിയംകാർ ശ്രദ്ധിക്കുന്നില്ലേ? 2 തവണ നീളവും 2 തവണ വീതിയും കൂട്ടിയതാണ് ചുറ്റളവ്. സംശയമില്ലല്ലോ?
ഇല്ല. അങ്ങനെയാണെങ്കിൽ ഒരു തവണ നീളവും ഒരു തവണ വീതിയും കൂട്ടിയാൽ എന്തായിരിക്കും കിട്ടുക? പകുതി. ആ പറഞ്ഞ പോരെ. ചുറ്റളവിന്റെ പകുതി എത്രയാ? അതായത് L+B എന്ന് പറയുന്നത് എത്രയായിരിക്കും? 21. അപ്പൊ ഇതിലെ ഏതെങ്കിലും ഒന്ന് നമ്മൾ എക്സ് ആയിട്ട് എടുത്താൽ, അതായത് ഇപ്പൊ ഇത് എക്സ് ആയിട്ട് എടുത്താൽ, അപ്പൊ ഇതെന്തായിരിക്കും? വീതി നമ്മൾ എക്സ് ആയിട്ട് എടുത്താൽ നീളം എത്രയായിരിക്കും? ഇതും ഇതും തമ്മിൽ കൂട്ടിയ 21. അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ അപ്പൊ ഇതെന്തായിരിക്കും? 21 - x. ഒരാള് മാത്രമാണ് എന്ന് പറയണത് കേട്ടാ. അപ്പൊ നമ്മള് ഇതാ ഇങ്ങനെ എടുക്കാം. ലെറ്റ് ബ്രെഡ്ത്ത് വീതി ഈസ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. അപ്പൊ ദെൻ എന്ത് വരും? എക്സ് പ്ലസ് ബ്രെഡ്ത്ത് ഈസ് എക്സ്. അപ്പോ ലെങ്തോ എന്തായിരിക്കും? 21 - x. ഇനി വേറെന്തേലും തന്നുണ്ടാ? ഇതിന്റെ ഡയഗണൽ എന്തേലും തന്നുണ്ടാ? എന്താ ഡയഗണല് തന്നിട്ടുണ്ട്. വികരണം എത്രയാ? 15. ഇവ മൂന്നും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. എന്താ? therefore x² plus 21 - x whole square ഈക്വൽ എന്താകുന്നു? 15². അല്ലേ? ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? എന്താ? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ഹൈപ്പോട്ടനസ് സ്ക്വയർ അല്ലെ? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ. പഠിച്ചിട്ടില്ലേ നമ്മള്? അപ്പൊ ആ ഇക്വേഷൻ അനുസരിച്ച് ഓൾട്ടിറ്റ്യൂഡ് x², ബേസ് സ്ക്വയർ 21 - x ഹോൾ സ്ക്വയർ ഈക്വൽ ടു 15². അപ്പൊ എന്ത് വരും ഇവിടെ നമുക്ക്? ഇതാ x² പ്ലസ് 21ന്റെ സ്ക്വയർ. 30 വരെയുള്ള വർഗവും വർഗമൂലം പഠിച്ചു വയ്ക്കേട്ടാ. 21ന്റെ വർഗം 441. ഇനി മൈനസ്, ഇതിന്റെ ഇടയിൽ മൈനസ് ആയ കാരണം ഇവിടെ മൈനസ് കിട്ടും. 21x ഇരട്ടി എത്ര? 42x. ഇനി പ്ലസ്, ലാസ്റ്റത്തെ എപ്പോഴും പ്ലസ്, പ്ലസ് x² എന്ത് വരും? 15ന്റെ വർഗം 225. ശരിയല്ലേ? ഇനി നമ്മൾ ഇതിനെ സ്റ്റാൻഡേർഡ് രൂപത്തിലേക്ക് ആക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് എപ്പോഴും സമത്തിന്റെ അപ്പുറത്ത് 0 വരണം. അപ്പൊ ആ സംഖ്യ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ അതിന് മുൻപ് ഇവിടെ ഇതാ ഇതൊക്കെ ഒരേപോലുള്ളത് ഒരുമിച്ച് എഴുതാം. x²ഉം x²ഉം 2x². ഇനി അത് കഴിഞ്ഞാൽ -42x. ഇതാ ഇതെടുത്ത് എഴുതി -42x. ഇനി ബാക്കിയുള്ള ഏതാ? 441. അപ്പൊ അത് ലാസ്റ്റ് എഴുതി പ്ലസ്. അപ്പൊ ഇത് 42x അതിന്റെ കൂടെ ആ മൈനസും എടുത്ത് എഴുതണം കേട്ടാ. പ്ലസ് 441 മൈനസ് എത്ര? 225 സമം എത്ര വന്നു? 0 വന്നു. ഒരു മിനിറ്റ് കേട്ടാ, ഞാനേ നമ്മുടെ 9ാം ക്ലാസ്സുകാരോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മിനിറ്റ് അങ്ങോട്ട് വന്നു നോക്ക്. അപ്പൊ 2x² - 42x + 441 - 225 = 0. അപ്പൊ ഇത് ഞാൻ സോൾവ് ചെയ്യുമ്പോൾ നോക്കൂ. 2x² - 42x 441 225. അത് മൈനസ് ചെയ്യുമ്പോൾ വലുതിന്റെ ചിഹ്നം പ്ലസ്. 5 11 ആവാൻ എത്രയാ? 6. ബാക്കി 1. 3 4 ആവാൻ 1. 2 4 ആവാൻ 2. 216 = 0. ഇനി നമുക്ക് ഇക്വേഷൻ നേരിട്ട് ഇതിനെ ഇങ്ങോട്ട് അപ്ലൈ ചെയ്യാം. ഇക്വേഷൻ നേരിട്ട് അപ്ലൈ ചെയ്യാം. വേണമെങ്കിൽ ഇതൊന്ന് കനം കുറയ്ക്കാട്ടാ. എല്ലാത്തിനും 2 പോണതാണ് അല്ലേ? അപ്പൊ എല്ലാത്തിനും 2 കൊണ്ട് ഹരിക്കാം. അതായത് പകുതി എടുത്തെഴുതി കൂടെ. അപ്പൊ നമുക്ക് സോൾവ് ചെയ്യാത്തിനൂടെ എളുപ്പം ഉണ്ടാവും. ഇനി അതല്ല, സോൾവ് ചെയ്യണമെന്നൊന്നുമില്ല, നേരിട്ടിട്ട് നമുക്ക് അത് കനം കുറയ്ക്കണമെന്നൊന്നുമില്ല. നേരിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നേരിട്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ എഴുതുന്നു. ഏതാ ഇതിന്? എ എന്ന് പറയണത് എത്രയാ? 2. ബി എന്ന് പറയണത് -42. സി എന്ന് പറയണത് 216. ഇങ്ങനെ എഴുതിയിട്ട് നേരിട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ആദ്യം കാണുക? b² - 4ac ആദ്യം കാണുന്നു. ഓക്കെ, ഏതാ ആദ്യം കാണുന്നത്? നമ്മള് b² - 4ac എന്ന് വെച്ചാൽ -42 ഹോൾ സ്ക്വയർ -4ac 4 × 2 × 216. 42ന്റെ വർഗം. ഇത് വർഗം കാണുമ്പോൾ പോസിറ്റീവ് ആവും.
അപ്പോ 2 2 4 2 4 8 8 16 4 16 ബാക്കി 1 7 1764 1764 ഇവിടെ ആകെ ഒരു മൈനസ് ഉള്ളു അപ്പൊ മൈനസ് ഇട്ടു 4 2 8 8 6 48 ബാക്കി 4 8 1 8 4 12 ബാക്കി 1 8 2 16 1 17 1728 അപ്പൊ 1764 1728 മൈനസ് ചെയ്തു അപ്പൊ 8 14 ആവാൻ 6 ബാക്കി 1 3 6 ആവാൻ 3 36 കറക്റ്റ് റൂട്ടുള്ള സംഖ്യയാണ് കിട്ടിയത് കണ്ടാ ഓക്കെ ഇതുവരെ മനസ്സിലായില്ലേ പറഞ്ഞത് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു എക്സ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ ശരിക്കും ഇതിന്റെ മുൻപ് ഇക്വേഷനും കൂടി എഴുതേണ്ടതായിരുന്നു ഞാൻ എഴുതിയില്ല ഞാൻ ഇവിടെ എഴുതട്ടെ ചെറുതായിട്ട് എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് പറയാ ടീച്ചർമാർ ഇക്വേഷൻ എഴുതണട്ടാ മക്കളെ എന്ന് പറയാ കാരണം ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഇക്വേഷൻ എന്തുണ്ട് മാർക്ക് ഉണ്ട് ഇത് ബൈ 2 ഉണ്ട് കേട്ടാ ഇക്വേഷൻ ഞാൻ അതിന്റെ ഇടയിലൊന്നും എഴുതിട്ടാ ഇക്വേഷൻ നിങ്ങൾ എഴുതിക്കൊള്ളില്ലേ ആ അപ്പോ അത് എഴുതിയിട്ട് വേണം എയും ബിയും സി എഴുതാൻ എന്നിട്ട് വേണം ബി സ്ക്വയർ മൈനസ് 4ac ചെയ്യാൻ ഇനി എക്സ് ഈക്വൽ ടു മൈനസ് ബി ബി എന്ന് പറയുന്നത് നെഗറ്റീവ് 42 ആണ് അപ്പൊ മൈനസ് ബി എന്ന് പറയുന്നത് 42 ആവും പ്ലസ് ഓർ മൈനസ് റൂട്ട് 36 ബൈ എത്രയാ 2 ഇൻറ്റു 2 എന്ന് പറയുന്നത് 2 അല്ലേ എന്ന് പറയുന്നത് 2 അപ്പൊ എന്ത് വന്നു 42 പ്ലസ് ഓർ മൈനസ് റൂട്ട് 36 എന്ന് പറയുമ്പോൾ 6/4 അതായത് എക്സ് ഈക്വൽ ടു 42 പ്ലസ് 6/4 ഓർ 42 മൈനസ് 6/4 കേട്ടാ രണ്ട് കണക്കാണ് ഒരേ സമയം ചെയ്തു പോണത് കേട്ടാ കുഴപ്പമില്ലല്ലോ അങ്ങനെ ചെയ്തൂടെ ഇനി ഞാൻ ഒരുമിച്ച് ചെയ്യണം ഓരോന്നും സെപ്പറേറ്റ് ചെയ്യണം വേണ്ട ഇതേ ഓർ എന്ന് എഴുതിയിട്ടുണ്ട് ഓർ എന്ന് എഴുതിയ ഇത് വേറെ കണക്ക് അത് വേറെ കണക്കായി ഇത് രണ്ടും കൂടി മിക്സ് ആക്കരുത് 42 മാറും 48/4 ഓർ ഒരുമിച്ചാണ് ചെയ്യണത് കുഴപ്പമില്ലല്ലോ 42 6 കുറച്ചാൽ 36/4 ഇനി 48 4 12 തവണ ഓർ 36 എത്രയാ 9 തവണ അതായത് ഇതാണ് എക്സിന്റെ വില എന്ന് വെച്ചാൽ എക്സ് ഒന്നുകിൽ നീളമാക്കാം അല്ലെങ്കിൽ വീതിയാക്കാം എക്സ് ഇപ്പോ വീതിയായിട്ട് എടുക്കുകയാണെങ്കിൽ എക്സ് 12 ആണെങ്കിൽ എക്സ് ഇതാ ഈ സൈഡാണ് എക്സ് എങ്കിൽ ഈ സൈഡ് എന്താ 21 മൈനസ് അതായത് ഇത് ഈ സൈഡ് 9 എടുത്താൽ അപ്പൊ ഇത് 9 എത്ര 21 മൈനസ് 9 എന്ന് പറഞ്ഞാൽ എത്ര 12 ഞാൻ അതല്ല ഈ സൈഡ് 12 എടുത്താൽ ഇതോ അപ്പൊ 21 മൈനസ് 12 സമയം എത്രയാ 9 ആയി ശരിയല്ലേ അല്ലേ ശരിയല്ലേ അതായത് ഈ രണ്ട് സംഖ്യയും ഇതിന്റെ ഉത്തരാണ് അതായത് നമ്മളിവിടെ എഴുതും എന്താ നീളം 12 വീതി 9 ഓക്കെ നീളം വലുത് നീളമായിട്ടും ചെറുത് വീതിയായിട്ടും